കർക്കടകമാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ അയിമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജ. ലക്ഷ്മീ ഭഗവതി ലോകമായ പര മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യ നജൻ പരമാത്മാവോ സാദരോ രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായ ദേവൻ. മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു മേധാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷകനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ. ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു കൊരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പുണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ. ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രേ വീരനായ രാഘവനിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാകരനായി
പിറന്നിടിനാൻ. രാത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിനതിൽ കാരണം മന്ദരയല്ല കൈകേയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു, രാഘവൻ താനുമരുൾ ചെയ്തു നക്തം ജരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, രാമ രാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ. എല്ലാ കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘൂത്തമൻ, ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിലെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായോരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശമാമോദ പൂർവകം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്കലുറച്ചൊരു ഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രേയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും
ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലൽ പക്ഷമെന്തുള്ളിലുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൽ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവൻ. ദുഷ്ടേ നിശാചരേ ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളും കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചിരിച്ചിടുകെന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവ നേത്രപ്രയാണായ സത്വരോ ഇത്തമുക്ത്വാ രാമ വക്ത്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നൊരു നേരവും തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും. ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളെന്തിരാ വല്ലഭനാകിയ രാമനും മനസ്സേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാതൂണിരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലൽ ദുഃഖേന നിർത്തിയിടിനാൻ ഭൂപനും നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനോ ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിരു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. ശ്രീബാലവൃദ്ധാവാദി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു വീണാന് ദിഷ്ട പ്രഭോ രാമദയാനിധേ
ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ട. മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയവും എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും. മന്നവൻ തന്നെ അടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. പിന്നെയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിജാമുഖേ. പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടു നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ കുലൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെയങ്ങു കൊണ്ടുപോയി കൂടായിൽ. കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൽ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു. ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോകതാമിപ്പോഴേ കൂട്ടുകതേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരുമൊരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിലേറിനാരേതുമറിഞ്ഞീല. പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെട്ടയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടേല രാമനെയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിബുക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതശിരിന്തിച്ചു ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരവിദൂരെ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനൂജയും ശിംശപാമൂലേ സുഖേന വണീടിനാർ. രാമാഗമന മഹോത്സവമെത്രയുമാമോദ ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ. തഥാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പൻ. പക്വമനസ്സോടു ഭക്തീവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെഴുന്നേൽപ്പിച്ചു വക്ഷസി
തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രചനവും ചെയ്തു കഞ്ചവിലോചനന്ദൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനു മുര ചെയ്തു ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും ഭവനം നിഷാദമായുള്ള രാജമിതൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരാനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണമന്തർമുദ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതീയം മമ സഖേ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളമോ രാജം മമതയിൽ ഭവാൻ മത്സഖിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ഡഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീര ആശുനീതൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളൽ സാദരമസ്തൃതമായ തൽപസ്ഥലേ പാനീയമത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പു കൊണ്ടിടിനൽ പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുര വാസവം ചെയ്തുറങ്ങിയിടുന്നതു പോലെ ലക്ഷ്മണൻ വില്ലു മുമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയായ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ പർണതൽപേ ഭുവി ദരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസേമ്യ വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദരാചിത്തമാസ്ഥയാ കൈകേയി തൻ അന്ധമഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചേടുക സന്തതം കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോ ഹി ഹേതു സഖേ
പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണവും സുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃഥ തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതേതുമേ. ഞാനിതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ മൃതാഭിമാനേന ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മൃത്യാമിത്രാര്യുദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ ദുഃഖസുഖം നിജകർമ്മവശാഗതമൊക്കെ എന്നു ഉൾക്കാമ്പു കൊണ്ടു നിനച്ചതിൽ യദ്യദ്യഗതാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണോ. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട, വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ. സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസേ ചിന്തിക്കലാത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടുമന്യോന്യ സംയുക്തമായേവനുമുണ്ടോ ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാം മരുവുന്നു ബുധജനം. ദുഷ്ടമെല്ലാം മായേതി ഭാവനൽ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചതു സത്വരം രാഘവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ചുവണങ്ങിനാൻ സ്വാമിന്യം. ദ്രോണികാസമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം വെടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിന. ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതോ തോണിയും. മംഗലാഭാംഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സങ്കേന ശംഭൂതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമോസ്തുതേ. നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ.
ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പരകൂലം ഗമിച്ചിടിനൾ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിലേണങ്ക ബിംബാനന ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു പണിടുതീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകുന്നയച്ചോ രഘുത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ. വൈദേഹിതന്നോടുകൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്വാ സുഖേന വസിച്ചിതു. പാദമൂലേ ദലാഢ്യതൽപസ്ഥലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം. പാർത്ഥിവനാർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ. തന്നാശ്രമത്തിനടുത്താതര ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു എത്ര കാണായിതൊരുവടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനുണ്ടുതൽ ഭാമിനിയോടും അനുജനോടും വന്നു വാർത്തിരിക്കുന്നിതുടജാതികയെന്നു വാർത്ത വൈകാതെയുണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോടു ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷമോടു ചൊല്ലിടിന. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സലം പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും ഗത്വാ രഘുത്തമസന്നിധോ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാപരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധോ മുഴകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാചു വണങ്ങിനാൾ. ഭാര്യാനുജാന്വിതം ആശീർവചനവും മുനി പുങ്കവനാശയാനന്ദ വിയെന്നരുളി ചെയ്തു. പാദരജസ പവിത്രമാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം. ഇത്തമുക്തോടജമാനീയ സീതയ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജതബോധന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപ സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ
കാര്യമാനുഷനായതു മായയാ ഭൂതലെ ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനന വാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനിന്നതിന്നെന്നടോ ജ്ഞാനദൃഷ്ട്യാതവ ദാനികജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിന്നു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി ഉത്ഥാനവും ചെയ്തുഷസി മുനിവരപുത്രരായുള്ള കുമാരന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയെയു മുതേജതാപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു യവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദമിന്ദീവരേഷണ മിന്ദ്രാദിവൃന്ദാരൈകഭി നിബന്ധിതം പാണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനികാഠം പുണർന്നിടിന നാരായണം പരമാനന്ദവിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനസം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജേവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പുണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനു സാദരം ഭക്വമധുര മധുഫല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണ പിന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശമഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെ ആകയാലെന്നു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനെന്നൊരു ദേശം വിശേഷേണ ജ്യോതിക്ക കാരണം സൗഖ്യേന തേ
വസിപ്പാനുള്ള മന്ദിരം മുഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സാന്ത്വം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരവും നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജപാകരായുള്ള മനുഷ്യർ തന്മന പങ്കജം തേ സുഖ മന്ദിരം. ശാന്തന്മാരായ നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മകാഞ്ചനതുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലെ രത്തമായൊരു മനസ്സുടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടുമിഷ്ടേ തരാപ്തിക്കു അനുതാപവുമില്ല സർവവുമായി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയോ മുൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു. ക്ഷുദ്രൽ ഭയസുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ജൽഘനം വേദസ്വരൂപനാന്തമേകം സദം. വേദാന്തവേദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനമലേപകം. വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃതചേതസാം സന്തതം ത്വൽപാദസേവരതാത്മനാം. സന്തതം ത്വം നാമ മന്ത്രജപ ശുചി സന്തോഷചേതസാം. ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ. രാമസീതാ തത്വം എന്ന ഭാഗത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശ്രീരാമൻ വനത്തിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞതോടുകൂടി അയോധ്യ നിവാസികളെല്ലാം വലിയ പ്രയാസത്തിലാണ്, വലിയ ദുഃഖത്തിലാണ് അയോധ്യ നിവാസികളെല്ലാം. ഒരു രാജ്യം തന്നെ ദുഃഖത്താൽ താളം തെറ്റുന്നു എന്ന് മനസ്സിലാക്കിയ വാമദേവൻ എന്ന ഒരു മഹർഷി ശ്രീരാമൻ ആരാണെന്നും സീത ആരാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമാണ് രാമസീതാ തത്വം എന്ന് പറയുന്നത്. രാമൻ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ലക്ഷ്മണൻ അനന്തനാണ് എന്നും ലക്ഷ്മി ഭഗവതിയാണ് സീത എന്നും
വാമദേവൻ പറയുകയാണ്. അതുകൊണ്ട് ഇവരൊന്നും ഓർത്തിട്ട് നിങ്ങളാരും ദുഃഖിക്കണ്ട. മായാഗുണം എന്നത് സത്വഗുണം, രജോ ഗുണം, താമസം എന്ന് പറയുന്ന എന്നിവയാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്താ മായാഗുണം എന്ന് പറയുന്നത്. ഭാരതീയ സിദ്ധാന്തമനുസരിച്ച് നിർഗുണ ബ്രഹ്മ പ്രഭാവത്തിൽ നിന്നാണ് മഹാവിഷ്ണു ഉദയം ചെയ്യുന്നത്. സത്വഗുണ പ്രധാനമാണ്. വിഷ്ണുനാഭിയിൽ നിന്നും രജോ ഗുണപ്രധാനമായ ബ്രഹ്മാവ് ഉദയം ചെയ്യുന്നു. ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും താമസശക്തിയോടുകൂടിയ ശിവനും ഉദയം ചെയ്യുന്നു. ബ്രഹ്മാവ് തപോബലത്താൽ സൃഷ്ടിക്കുള്ള ശക്തി നേടുന്നു. രജോ ഗുണം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും ലോകത്തെ രക്ഷിക്കുകയും എന്ന ധർമ്മം വിഷ്ണുവും ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മാവ് തപോബലത്താൽ സൃഷ്ടിക്കുള്ള ശക്തി നേടുന്നു, താമസശക്തിയോടുകൂടി, അല്ലേ? അഥവാ ആ തപോബലത്താൽ സൃഷ്ടിക്കുള്ള ശക്തി നേടുകയാണ്. ലോകത്തെ രക്ഷിക്കാൻ വിഷ്ണുവും, അല്ലേ? സംഹരിക്കുക എന്ന ധർമ്മം ശിവനിൽ നിന്നും ഉണ്ടാകും. അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന് പറയുന്ന ഒരു തത്വം. എന്താ? സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് വെച്ചാൽ ഒന്നിനോടൊന്ന് കണക്റ്റായി നിൽക്കുന്ന നമ്മുടെ 3 പ്രധാനപ്പെട്ട നാഡീവ്യവസ്ഥ പോലെ തന്നെ നമ്മളിലെല്ലാം ഉണ്ടത്. ബ്രഹ്മാവുമുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുമുണ്ട്. നമ്മൾ തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത്. നമ്മളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ലയമാണ് ലോകം. ഇതെല്ലാം ഈ പറഞ്ഞു കൊടുത്തതിന് ശേഷം മഹർഷി, വാമദേവൻ എന്ന് പറയുന്ന മഹർഷി എന്ത് പറയുന്നു? പിന്നെ മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട 5 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞ് പിന്നെ ശ്രീരാമനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഈ ശ്രീരാമസീതാ തത്വം എന്ന ഭാഗത്തിൽ ഉള്ളതാണ്. അത് നല്ലോണം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിൽ ആദ്യത്തെ ഒരു അവതാരത്തെക്കുറിച്ച് പറയുന്നത് മത്സ്യത്തെക്കുറിച്ചാണ്. മകരമത്സ്യം എന്ന് പറയും. മകരം എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്. അപ്പം മകരമത്സ്യം അതെന്താ സംഭവം? ബ്രഹ്മലോകത്തിൽ ഒരു എന്ന് പറയുന്ന ഒരു രാക്ഷസൻ മെല്ലെ ഉള്ളിൽ കടന്നു. ഹയഗ്രീവൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസൻ. എന്നിട്ട് വേദം മോഷ്ടിച്ച് മൂപ്പര് വിട്ടാൽ. ബ്രഹ്മലോകത്ത് വേദം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ബ്രഹ്മാവ്. അപ്പോൾ വേദം മോഷ്ടിച്ച് മൂപ്പരെന്ത് ചെയ്തു? സമുദ്രത്ത് പോയി ഒളിച്ചാൾ. അങ്ങനെ വല്ലാത്തൊരു പ്രയാസമായില്ലേ ഇത്. വിവസ്വാൻ്റെ പുത്രനായിട്ടുള്ള മനുവിൻ്റെ പ്രാർത്ഥനയാണ്. കാരണം വേദം നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ വിവസ്വാ മഹർഷിയുടെ പുത്രനായിട്ടുള്ള മനു എന്താക്കി? മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. എന്താ? ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ തന്നെ മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ട് എവിടെ എത്തി? സമുദ്രത്തിലെത്തി. ആ ഒരു വേദം വീണ്ടെടുത്തു. ഹയഗ്രീവനെ ഇല്ലായ്മ ചെയ്തു, വേദത്തെ വീണ്ടെടുത്തു. അതാണ് മത്സ്യാവതാരം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത ആളാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ അവതാരം പറയുന്നത് കൂർമ്മം എന്ന് പറയുന്ന, കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമയാണ്. പാലാഴി മഥനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ദരപർവ്വം എന്തായിപ്പോയി? സമുദ്രത്തിനടിയിലേക്ക് താണുപോയി. സൂയിപ്പായല്ലേ, ബുദ്ധിമുട്ടായല്ലേ. ഉടനെ അതിൽ നിന്നും മന്ദരപർവ്വതത്തെ പാലാഴിയിൽ നിന്നും പൊന്തിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂർമ്മമായി അവതരിച്ചു. തൻ്റെ പുറത്ത് ഈ മന്ദരപർവ്വതത്തെ പൊക്കി മേലോട്ട് കൊണ്ടുവന്ന ആളാണ് ആര്? മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കുകയാണ്.
മൂന്നാമത്തെ അവതാരം വരാഹമാണ്. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നൊരു കാട്ടാളൻ ഭയങ്കരമായിട്ട് ഈ സമുദ്രത്തിലടിച്ചിട്ട് ഭയങ്കര തിരമാലകളുണ്ടാക്കി. അപ്പോൾ വരുണദേവനാകെ ഭയപ്പെട്ടു. വരുണദേവൻ ഭയപ്പെട്ടിട്ട് എന്തായി, ഈ വിഷ്ണു ലോകത്തെത്തി, വിഷ്ണുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ സംഗതി പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ ആൾ രാക്ഷസൻ ഇങ്ങനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. കാരണം ഇവിടെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പം അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ മഹാവിഷ്ണു വരികയാണ്. മഹാവിഷ്ണു വരുന്ന സമയത്ത് സമുദ്രത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു, ഈ ഭൂമിയെ പാതാള ലോകത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെ വരാഹരൂപം, പന്നിയുടെ രൂപം ധരിച്ച് പാതാള ലോകത്തു നിന്നും ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ രക്ഷിച്ച അവതാരവും മഹാവിഷ്ണുവിൻ്റേതാണ്. മറ്റൊരവതാരം നരസിംഹാവതാരമാണ്. പ്രഹ്ലാദനെ ഉപദ്രവിച്ച ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനു വേണ്ടി അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു അവതാരത്തെക്കുറിച്ച് പറയുന്നത് വാമനനാണ്. മഹാബലി നല്ല ചക്രവർത്തിയായിരുന്നു എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. നല്ല ചക്രവർത്തിയാണ്, ധീരശാലൻ, ഭയങ്കര ധീരനായിരുന്നു. പക്ഷെ അദ്ദേഹം ദേവലോകത്തെ ആക്രമിക്കുകയും ദേവലോകം കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വന്നപ്പം ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ പ്രാർത്ഥനയും അതേപോലെ തന്നെ അവരുടെ പ്രയാസമൊക്കെ മനസ്സിലാക്കി മഹാവിഷ്ണു അതിഥിയുടെ മകനായിട്ട് വാമനനായിട്ട് അവതരിക്കുകയും ഈ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയിൽ നിന്നും ദേവലോകത്തെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ വാമനാവതാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരു അവതാരം പരശുരാമനാണ്. അതായത് ബ്രാഹ്മണരും അതേപോലെ തന്നെ സന്യാസി വര്യന്മാരെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് അവരെയൊന്നും അംഗീകരിക്കാത്ത ക്ഷത്രിയ കുലരാജാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ വല്ലാണ്ട് ഉപദ്രവിച്ച് ആ ക്ഷത്രിയ കുലരാജാക്കന്മാരുടെ അന്തകനായിട്ടാണ്, ക്ഷത്രിയ കുല അന്തകനായിട്ടാണ് പരശുരാമൻ ജനിച്ചിട്ടുള്ളത്. അതായത് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പരശുരാമനായി അവതരിച്ചു. ഇതും മഹാവിഷ്ണുവാണ്. ഇപ്പോൾ ഭൂമിഭാരം തീർക്കുന്നതിന് വേണ്ടി, രാക്ഷസരിൽ നിന്ന് ഈ ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ശ്രീരാമനായി അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീരാമനെ ഓർത്ത് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ടപ്പോൾ, ഇത്രയും കഥകളൊക്കെ കേട്ടപ്പോൾ പൗരജനങ്ങൾക്കൊക്കെ സമാധാനമായി സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ. പിന്നീട് എങ്കിലും ശ്രീരാമനെ വട്ടം കൂടി എല്ലാവരും രാമ 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 എന്ന് പറഞ്ഞ് വിളിച്ച് നിന്നപ്പോൾ ശ്രീരാമൻ എന്താക്കാനായില്ല, പുറത്തേക്ക് പോകാനായില്ല. അങ്ങനെ ഏതാണ്ട് എല്ലാവരും കരഞ്ഞും സങ്കടപ്പെട്ടും എന്തായി തളർന്നു ഉറങ്ങിയ സമയം നോക്കി ശ്രീരാമൻ, സീതാദേവി അതേപോലെ തന്നെ ലക്ഷ്മണനും കൂടെ ഒരുമിച്ച് ഗംഗാതീരത്തേക്ക് യാത്രയായി. തൻ്റെ രാജവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരവൂരിയൊക്കെ ധരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. കൈകേയി ദേവി അതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, മരവൂരിയെല്ലാം കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പം അവിടെ എന്താ വെച്ചാൽ കഠിനമായൊരു ദുഃഖമുണ്ട്. ദശരഥ മഹാരാജാവ് വീണ് കിടക്കുകയാണ്. അപ്പം ദശരഥ മഹാരാജാവിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ഒക്കെയാണ് ശ്രീരാമൻ ഈ രഥത്തിൽ കയറിയിട്ടുള്ളത്. അപ്പം സുമന്ത്രൻ്റെ രഥം കൊണ്ടുവന്നു, ആ രഥത്തിൽ കയറി. അങ്ങനെ അവർ അന്ന് ഗംഗാതീരത്ത് പോയി. പക്ഷെ ആരും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഈ ജനങ്ങളും പൗരജനങ്ങളൊന്നും ആഹാരം കഴിച്ചില്ല. ശ്രീരാമനും ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കാതെ ഇരുന്നതാണ്. അപ്പോൾ ഇവർ ഗംഗാതടം പ്രവേശിച്ചു. ശൃംഗിവേര എന്ന സ്ഥലത്തിനടുത്ത് ശിംശവ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു ഇവർ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും തോണിക്കാരൻ ഗുഹനെത്തി. ശ്രീരാമനെ കണ്ട ഗുഹന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഫലമൂലാദികളെല്ലാം കൊണ്ടുവന്നു. പറഞ്ഞ സ്ഥലം അദ്ദേഹത്തിന് കിടക്കാനുള്ള സൗകര്യം
ഒരുക്കി കൊടുത്തു. ഒന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നിഷാദ രാജ്യത്തിലേക്ക്, എൻ്റെ രാജ്യത്തിലേക്ക് വരുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണല്ലോ, അതുകൊണ്ട് അവിടെ വരാം, അവിടെ വിശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഫലമൂലാദികളെല്ലാം കൊണ്ടു കൊടുത്തു, അതും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഗുഹൻ്റെ ഭക്തിയും ഗുഹൻ്റെ പരിചരണവും കണ്ട ശ്രീരാമന് അതീവ സന്തോഷമായി. അദ്ദേഹം ഗുഹനെ തൻ്റെ മാറോടണച്ചു എന്നുള്ളതാണ്, കെട്ടിപ്പിടിച്ചു. ശ്രീരാമൻ കെട്ടിപ്പിടിച്ച അപൂർവ ആളുകളുള്ളൂ. ഒന്ന് സീതാദേവിയാണ്, ഗുഹനാണ്, മറ്റൊന്ന് ഹനുമാരാണ്. അപൂർവ ആളുകൾക്ക് മാത്രമേ അത്തരം ഭാഗ്യങ്ങൾ കൈവന്നിട്ടുള്ളൂ. കാട്ടാളനാണെങ്കിലും രാക്ഷസനാണെങ്കിലും ഗുഹൻ എന്തായിരുന്നു, ശ്രീരാമൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ വക്ഷസി ചേർത്തു, ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു. അത് വല്ലാത്തൊരിതായി. അപ്പം അങ്ങനെ അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈ ഇലയൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്നു. അപ്പം ഭക്ഷണമൊന്നും കഴിക്കൂല. ഞാനിനിപ്പോൾ കാട്ടിലേക്ക് 14 വർഷം കാനനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ വന്ന് നിൻ്റെ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് അവിടെ കിടന്നു വിശ്രമിച്ചു. അങ്ങനെ ശ്രീ ഗുഹന് ഇത് കണ്ടിട്ടാകെ പ്രയാസമായി. ലക്ഷ്മണൻ അമ്പും വില്ലും ഒക്കെ ധരിച്ചിട്ട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. മറ്റവർ എന്താണ് അവിടെ ഭൂമിയിൽ കട്ടിലുമില്ല, കിടക്കയില്ല, ഒന്നുമില്ല, മരത്തിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അതിൽ ഈ ശ്രീരാമനും സീതയും കൂടെ മൃദുലമായ ശരീരമുള്ള ആളുകളാണ്. അപ്പോൾ അവർ അവിടെ ശയിച്ചു എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മൾ 6-ാം ദിവസം പാരായണം ചെയ്തതിൻ്റെ കഥാസാരം. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.